കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പുന്നുമുഖം അന്വേഷിക്കുവാനായി ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം. ഈ പ്രാർത്ഥനയിൽ പറയുന്ന ഈ വാചകം കേട്ട് പലരും ഏറ്റുപറയുന്നു. ഇതേ വാചകം പലരുടെയും ജീവിതത്തിൽ ഏറ്റുപറയുന്നതിനെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം നന്മയ്ക്കായുള്ളത് ഏറ്റുപറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ വരിക തന്നെ ചെയ്യും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മെ നന്മയും കരുണയും പിന്തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിലും നമ്മുടെ അധരങ്ങൾ ദൈവത്തിൻ്റെ അധരങ്ങളായി മാറുവാൻ, നമ്മുടെ വാക്ക് ഏറ്റവും നന്മയായും പോസിറ്റീവായും സമാധാനവും സന്തോഷവും ഉള്ളതായും മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും അതോടൊപ്പം മാറുവാനായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റത്തിൽ ഒക്കെ ഒരു മാറ്റത്തിനായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ദൈവമേ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. കഴിഞ്ഞ ആഴ്ചകൾ, മാസങ്ങൾ, കർത്താവെ, വർഷങ്ങളൊക്കെയും ഞങ്ങളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തത ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം കൊണ്ട് നിറയ്ക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ചുറ്റിയിരുന്നതിനായി നന്ദി അപ്പച്ച. പല പ്രതിസന്ധികളും വന്നപ്പോഴും കർത്താവെ, ഈ രാത്രി എങ്ങനെ തരണം ചെയ്യുമെന്നോർത്ത്, നാളെ പ്രഭാതം എങ്ങനെയാകുമെന്നൊക്കെ ഓർത്ത് ദൈവമേ ഭാരപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്ത സ്ഥാനത്ത് കർത്താവ് മാറ്റമില്ലാത്തവനായി വിശ്വസ്തനായി കൂടെ നിന്ന് അപ്പച്ച അവിടുത്തെ വിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചിരിക്കാതെ ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. പിതാവിൻ്റെ ദൈവമേ സ്നേഹം ഞങ്ങളെ ചുറ്റിയിരിക്കുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഞങ്ങൾക്കുള്ളതിനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടുത്തു വരുന്നപ്പ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ഏതൊക്കെയോ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനത്തിൽ എല്ലാവരുമുണ്ട്, എങ്കിലും അവരുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ ചിലർ, ദൈവമേ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ചിലർ, ദൈവമേ, ഭവനത്തിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയി ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ചിലർ, ദൈവമേ, ശാരീരികമായി ഒറ്റപ്പെട്ടു പോയവരാണെങ്കിലും മാനസികമായി ഒറ്റപ്പെട്ടു പോയവരാണെങ്കിലും ആരുടെ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരു ദൈവം പ്രിയ മക്കൾക്ക് അവിടെ നിന്ന് തുട നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ, ഞങ്ങളെ ആത്മാവിൽ ശക്തിയുള്ളവരാക്കി തീർക്കണമേ. മാനസിക മണ്ഡലങ്ങളിൽ കിടക്കുന്ന തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ ദൈവമേ അത്ഭുതകരമായി കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി ദൈവമേ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ഇന്ന് പകൽക്കാലവും ബലപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുറമേ നിന്നുള്ള സകലതിനെയും കുടഞ്ഞു കളഞ്ഞ് ദൈവമേ സ്തോത്രം, ദൈവസന്നിധിയിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി മാറുവാൻ അങ്ങ് സഹായിക്കുന്നതിനായ സ്തോത്രം. പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, പല വിധത്തിൽ കർത്താവെ പ്രാർത്ഥന ആവശ്യങ്ങളുമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആൻറ്റിമാരെ, ദൈവമേ സഹോദരന്മാരെ, സഹോദരിമാരെ ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരും ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ കർത്താവെ വിശ്വസ്തയോടെ ഓരോ ദിവസവും അടുത്ത് വരുമ്പോൾ ദൈവമേ പെയ്തിറങ്ങുന്ന മഴ പോലെ, മഞ്ഞ് പോലെ സ്വർഗത്തിൽ നിന്ന് സമാധാനവും നന്മയും കൃപയും അവരുടെ ജീവിതത്തിലേക്ക് അധികമായി അവിടെ നിന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിനായി നന്ദി. അധികം ദൈവത്തോട് അടുക്കുവാൻ അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം. തലമുറകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ മാറ്റത്തെ ദൈവമേ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിൻ്റെ കംപ്ലൈൻറ്റുകൾ, അതിൻ്റെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പച്ച. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ദൈവമേ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയട്ടപ്പ. ദൈവമേ വ്യക്തമായി പ്രാർത്ഥനാ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിരിക്കുന്ന ചില ആൻറ്റിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലുകളുടെ ബലഹീനതകൾ മാറിപ്പോകട്ടെ. ദൈവമേ ഭവനത്തിലുള്ള രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ അവരുടെ ഏതവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം, സൗഖ്യദായകനായിരിക്കുന്ന ദൈവം, ദേഹം ആത്മാവിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യവും വിടുതലും അയച്ച് ക്യാൻസറിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് കംപ്ലൈൻറ്റുകളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. കാലിൻ്റെയും നട്ടലിൻ്റെയും വേദനകളിൽ നിന്ന് അവിടെ നിന്ന് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നടക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ ദൈവമേ ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിനെല്ലാം ഉടനെ ലഘൂകരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം കർത്താവെ അങ്ങ് തന്നെ ദൈവമേ ദാനമായി നൽകണമേ. ദുഷ്ടൻ പ്രബലനാകുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ. ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ ഉറവിടങ്ങളിൽ തന്നെ അവിടെ നിന്ന് തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാരുടെ ഗൂഢാലോചനകൾ ചിതറിപ്പോകട്ടെ അപ്പ. ദൈവമേ ദൈവത്തിൻ്റെ സമാധാനം ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ സഭയിൽ ദൈവമേ അവർ വേല ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടമനുഷ്യരിൽ നിന്ന്, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന് ഓരോ മക്കളെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ മലമുകളിലെ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഗിരിപ്രഭാഷണം, അങ്ങനെ കർത്താവ് അനേക കാര്യങ്ങളെക്കുറിച്ച്, ദൈവരാജ്യ സംബന്ധമായിരിക്കുന്ന അനേക മർമ്മങ്ങളെക്കുറിച്ച്, സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കർത്താവ് ഉപദേശിക്കുമ്പോൾ അതിനിടയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ കർത്താവ് ഉപദേശിച്ചൊരു ഉപദേശമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇടുക്ക് വാതിലിലൂടെ കടക്കുവാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുവാൻ. കാരണം അനേകർ പരിശ്രമിക്കും, അതിൽ കൂടെ അവർക്ക് കടക്കുവാൻ കഴിയുകയില്ല. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമായിരിക്കുന്ന ഒരു വാതിലാണെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. ഈ പറയുന്നത് പ്രിയമുള്ള ദൈവമക്കളെ, നിത്യതയിൽ നിത്യജീവന് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, കർത്താവിൻ്റെ വരവ് നേരത്തെ ആകുന്നുവെങ്കിൽ നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ടാൽ കടന്നു ചെല്ലുന്ന സ്ഥലം, ഇല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം നാം കടന്നു ചെല്ലുവാൻ പോകുന്ന ആ നിത്യത, നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിതാവായിരിക്കുന്ന ദൈവവും അനേകായിരം കോടാനുകോടി ദൂതന്മാരും ആദ്യജാതന്മാരും സിദ്ധന്മാരായിരുന്ന പഴയ നിയമ പിതാക്കന്മാരും ഒക്കെ ഉള്ള ആ കർത്താവായിരിക്കുന്ന യേശുവും ഒക്കെ ഉള്ള ആ സ്വർഗീയ ജീവിതത്തിലേക്കാണോ നാം കടന്നു പോകുന്നത്? അതെ, നിത്യനാശത്തിലേക്കും തീയും ഗന്ധകവും ചാകാത്ത പുഴുവുമുള്ള നിത്യ നരകത്തിലേക്കാണോ? ഇതാണ് ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ പ്രതിപാദ്യ വിഷയം. ഇടുക്കുവാതിലും വിശാലവാതിലും. ഈ ലോകത്തിൽ ഇടുക്കുവാതിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് നിങ്ങളുടെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ. ഹല്ലേലൂയ. അതാണ് ഇടുക്കുവാതിൽ. വിശാലതയുടെ വാതിലെന്ന് പറഞ്ഞാൽ പിശാചും ഈ ലോകവും മനുഷ്യരും നമ്മുടെ ജഡവും ഒക്കെ തുറന്നു വയ്ക്കുന്ന ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ആരാധനകൾ, വിഗ്രഹാരാധനകൾ, ദൈവഹിതമല്ലാതിരിക്കുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, കൺമോഹം, ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളിലേക്ക് നാം വശം കെട്ടുപോയാൽ, യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കാതിരുന്നാൽ ചെന്നെത്തുന്നത് ഒരു വിശാലമായിരിക്കുന്ന, അല്ലെങ്കിൽ ആ നിത്യനാശത്തിലേക്കായിരിക്കും. ഹല്ലേലൂയ. അനേകർ നമ്മളെ ചതിക്കാൻ ശ്രമിക്കും. കാരണം എല്ലാ നന്മയും എപ്പോഴും നന്മകളാൽ നിറഞ്ഞ് വിശാലതയിൽ, സമൃദ്ധിയിൽ ഒക്കെ ഉള്ളൊരു ജീവിതമാണ് ദൈവത്തിൻ്റെ സ്വർഗീയ ജീവിതമെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട്. കർത്താവിൻ്റെ പിന്നാലെ പോയാൽ അവൻ സകല നന്മയും നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുമെങ്കിലും ഈ ലോകത്തിൻ്റെ എല്ലാറ്റിനോടും ഇടകലർന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകക്കാരുടെ ഇടയിൽ നിന്ന് ഒരു വേർപെട്ട, ഒറ്റപ്പെട്ട ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെയും വിളിക്കുന്നു. ആ വഴിയിൽ കൂടെ തന്നെ, ഇടുക്ക് വഴിയിൽ കൂടെ തന്നെ നടന്ന് വിശാലമായിരിക്കുന്ന നിത്യതയിലേക്ക്, നന്മയുടെയും സന്തോഷത്തിൻ്റെയും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വഴിയിൽ ഇടറിപ്പോകുവാനും പിന്മാറിപ്പോകുവാനും നമുക്ക് ആർക്കും ഇടവരാതിരിക്കട്ടെ. ആമേൻ, ആമേൻ.